ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജീവശാസ്ത്രം അറിയാനും പ്രതികരിക്കാനും 10ാം ക്ലാസ്സിലെ അറിയാനും പ്രതികരിക്കാനുമുള്ള ബയോളജിയിലെ പാഠമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച ചില കാര്യങ്ങൾ ഒന്നും കൂടി ഇന്ന് നോക്കാം. ഇതൊരു റിവിഷനായിട്ട് നിങ്ങളെടുത്താൽ മതി. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. ഇത് ന്യൂറോണിൻ്റെ ഘടന വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി അത് ആവർത്തിച്ച് കേൾക്കുക. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്രേ ഉള്ളൂ. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോഡ്, ഷ്വാൻ കോശങ്ങൾ മുതലായവ. അപ്പോൾ ന്യൂറോണിൻ്റെ ഘടനയിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ കോശം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ധർമ്മം എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ മൈലിൻ ഷീത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ആക്സോണുകൾ, ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് നാഡി. അവയിൽ മൈലിൻ ഷീത്ത് രൂപീകരിക്കപ്പെടുന്നത് ഷ്വാൻ കോശങ്ങളാലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൈലിൻ ഷീത്ത് രൂപീകരിക്കപ്പെടുന്നത് ഏത് കോശങ്ങളാലാണ്? ഷ്വാൻ കോശങ്ങളാലാണ്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഷ്വാൻ കോശത്തിന് പകരം എന്താണുള്ളത്? ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ. പിന്നെ നമ്മൾ കണ്ടതാണ് സന്ദേശങ്ങളുടെ രൂപപ്പെടലും അതുപോലെ തന്നെ പ്രേക്ഷണവും. എങ്ങനെയാണ്? അതായത് ഏതൊരു സെല്ലിലും ചാർജിൻ്റെ വിന്യാസം മുകളിൽ പോസിറ്റീവും അതുപോലെ തന്നെ ഉള്ളിൽ നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. പക്ഷേങ്കിൽ ഇവിടെ സന്ദേശങ്ങൾ ഉദ്ദീപനം വരുമ്പോൾ നാഡീകോശത്തിൻ്റെ കോശസ്ഥലത്തിൽ നിന്ന് പുറത്ത് പോസിറ്റീവ് ചാർജ്, പുറത്തുള്ള പോസിറ്റീവ് ചാർജ് അകത്ത് വരികയും അകത്തുള്ള നെഗറ്റീവ് ചാർജ് പുറമെ പോസിറ്റീവ് ചാർജ് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആവേഗങ്ങൾ പോകുന്നത്. അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്, കോശസ്ഥലത്തിന് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സന്ദേശങ്ങൾ രൂപപ്പെടുന്നത് എന്ന് ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ട് ഒന്നും കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ സിനാപ്സ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ സിനാപ്റ്റിക് നോബിലൂടെ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായി ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. സിനാപ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. അപ്പം ആക്സോണിൽ നിന്ന് വൈദ്യുതാവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കും. അതാണ് സിനാപ്റ്റിക് വിടവ്. എന്നിട്ടോ ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേക്ഷകങ്ങൾ. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയാണ് ആവേഗങ്ങൾ പോകുന്നത്. അപ്പം എന്താണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേക്ഷകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അസറ്റൈൽ കൊളൈൻ, ഡോപ്പമൈൻ തുടങ്ങിയവ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ ചിത്രം. അതായത് രണ്ട് നാഡീകോശങ്ങളുമായി ബന്ധപ്പെടുന്ന ഭാഗം, അല്ലെങ്കിൽ ഒരു നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. അടുത്തത് വിവിധതരം നാഡീകോശങ്ങൾ.
സന്ദേശദിശക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദനാ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിക്കാം. സന്ദേശദിശക്കനുസരിച്ച് സന്ദേശങ്ങൾ കൈമാറുന്നതിലെ ദിശ അനുസരിച്ചിട്ട് നാഡീകോശങ്ങളെ സംവേദനാ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംവേദന നാഡീകോശങ്ങൾ, എന്താണ് പ്രേരക നാഡീകോശങ്ങൾ എന്ന് മനസ്സിലാക്കണം. സംവേദന നാഡീകോശങ്ങൾ എന്താണ്? മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദന നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദന നാഡീകോശങ്ങൾ. അപ്പോൾ പ്രേരക നാഡീകോശങ്ങളോ? പ്രേരക നാഡീകോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് പ്രേരക നാഡീകോശങ്ങൾ. നാഡീകോശങ്ങൾ 3 തരത്തിലുണ്ട്. അതായത് സംവേദന നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. സംവേദന നാഡി എന്താണ്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നത് ആരാണ്? സംവേദന നാഡി. സംവേദന നാഡി. അതുപോലെ തന്നെ പ്രേരക നാഡിയോ? തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡി. അപ്പോൾ സമ്മിശ്ര നാഡികളോ? തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നതാണ് സമ്മിശ്ര നാഡി. സംവേദന നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്ര നാഡി. പേരിൽ തന്നെയുണ്ട് സമ്മിശ്ര നാഡി. എന്താണ്? സംവേദന നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് ഇത് സമ്മിശ്ര നാഡികൾ. അപ്പോൾ ഇത് കണ്ടോ, ആക്സോണുകളുടെ കൂട്ടമാണ് നാഡികൾ. ആക്സോണുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരെന്താണ്? നാഡികൾ. അപ്പോൾ ഈ നാഡികൾ യോജനകലയാൽ ആവരണം ചെയ്തിരിക്കുന്നു. യോജനകല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് ഇംഗ്ലീഷിൽ പറയും. യോജനകലയാൽ ആവരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആക്സോണുകളുടെ കൂട്ടം ഏതാണ്? നാഡികളാണ്. ഇവ യോജനകലയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. അപ്പം നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 2 വിഭാഗം. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് മസ്തിഷ്കവും സുഷുമ്നയും. മസ്തിഷ്കം അതുപോലെ തന്നെ സുഷുമ്ന. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് ശിരോനാഡികളും അതുപോലെ തന്നെ സുഷുമ്ന നാഡികൾ. ശിരോനാഡികൾ എത്രയുണ്ട്? 12 ജോഡിയുണ്ട്. സുഷുമ്ന നാഡികളോ 31 ജോഡി സുഷുമ്ന നാഡികളും 12 ജോഡി ശിരോനാഡികളുമുണ്ട്. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ശിരോനാഡികളും സുഷുമ്ന നാഡികളും ഉൾപ്പെട്ടതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥ മസ്തിഷ്കവും സുഷുമ്നയും ചേർന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. ഇനി മസ്തിഷ്കത്തിനെ പറ്റി പഠിക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. തലയോട്ടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ? മസ്തിഷ്കത്തിൽ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചൻസ് എന്ന ആവരണമുണ്ട്. ഇതിനെ മസ്തിഷ്കത്തെ പൊതിഞ്ഞിട്ട് 3 പാളികളുള്ള മെനിഞ്ചൻസ് ഉണ്ട്. മെനിഞ്ചൻസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. അപ്പം മെനിഞ്ചൻസിൻ്റെ ആന്തരപാളികൾക്കിടയിലും അതുപോലെ തന്നെ മസ്തിഷ്കത്തിൻ്റെ അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. അപ്പം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കം. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ പൊതിഞ്ഞിട്ട് 3 സ്തരപാളികളുള്ള മെനിഞ്ചൻസ് എന്ന ആവരണമുണ്ട്. മെനിഞ്ചൻസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ സെറിബ്രോസ്പൈനൽ ദ്രവം എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നു. തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു.
മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ. സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ഓക്സിജൻ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തിലെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ. ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത് മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങളാണ്. അപ്പം ഇതും മത്സര പരീക്ഷകളിൽ പലപ്പോഴായി ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പം ആദ്യത്തേത് സെറിബ്രം, മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിൻ്റെ നിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും ചാരനിറത്തിലുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. അപ്പോൾ പുറം ഭാഗത്തിന് പറയുന്ന പേരാണ് കോർട്ടെക്സ്, ഉൾഭാഗത്തിന് പറയുന്ന പേരാണ് മെഡുല. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതൊക്കെ ആണ് സെറിബ്രത്തിൻ്റെ ധർമ്മങ്ങൾ. അപ്പോൾ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇനി തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. ആവേഗ പുനഃപ്രസരണ കേന്ദ്രം അല്ലെ റിലേ സെന്റർ എന്ന് പറയും. അപ്പോൾ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. പ്രാധാന്യമുള്ളവയെല്ലാം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ജോലി ആർക്കാണ്? തലാമസിനാണ്. അപ്പോൾ സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നത് മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് തലാമസ്. അടുത്തത് സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്നു. സെറിബ്രത്തിന് താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്നതാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും ഉണ്ട്. ഇതിലും എന്തുണ്ട്? ചുളിവുകളും ചാലുകളും ഉണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീരതുലന നില പാലിക്കപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നു. ഇനി അടുത്തത് മെഡുല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോടു കൂടി ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ്. ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം മെഡുല ഒബ്ലോങ്കേറ്റ. അടുത്തത് ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗം. തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് ഏത്? ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗം. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.